പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും എൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഇനി ചോദ്യവാക്യങ്ങൾ അഥവാ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സെൻറ്റൻസുകളെ കുറിച്ച് പഠിക്കാം. എപ്പോഴാണ് നമുക്ക് സാധാരണ ഒരു ചോദ്യം ചോദിക്കാൻ നമുക്ക് എന്തെങ്കിലും അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അല്ലേ, എന്തെങ്കിലും കാര്യം അറിയാനും ജിജ്ഞാസ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ തന്നെ കേവലം ഒരു കാര്യം ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സംശയമുണ്ട് സംഭവിച്ചില്ലയോ എന്ന്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില ചോദ്യം നോക്കും. ഉറപ്പാക്കാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി, പക്ഷെ അതങ്ങോട്ട് ഉറപ്പ് വരുത്താനായിട്ട് ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു കുട്ടി നമ്മൾ പരിചയമുള്ള ഒരു കുട്ടി ഇങ്ങനെ പോണ കണ്ടു, നമുക്ക് തോന്നി സ്കൂളിൽ പോവുകയാണ്. എന്നിട്ട് നമുക്കൊരു സംശയം, സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചോദിക്കും, സ്കൂളിലേക്ക് പോകുകയാണോ? അപ്പോൾ അവൻ ഇത് പറയും, ആ ആണ്, അല്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല ഉത്തരം പറയും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയുക. അപ്പോൾ അതേന്നോ അല്ലാന്നോ ഉത്തരം പറയുന്ന ചോദ്യങ്ങളാണ് അവ. നമുക്കൊരു സംശയമില്ല. അപ്പോൾ റിസൾട്ട് വന്ന് കുട്ടികളൊക്കെ വരുന്നുണ്ട്, നമ്മൾ തൊട്ടയിലൊക്കത്തുള്ള ഒരു പയ്യൻ വളരെ സന്തോഷത്തോടെ കൂടി വരുന്നു, മുഖത്ത് മ്ലാനതൊന്നുമില്ല. അപ്പോൾ നമുക്ക് സംശയം, അവൻ പാസ്സായി എന്ന് തന്നെ വിചാരിക്കുന്നേ. പക്ഷെ പാസ്സായത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്, അല്ലെങ്കിൽ A+ ഉണ്ടോ എന്ന് അറിയാൻ ജിജ്ഞാസ. അപ്പോൾ നിനക്ക് A+ ഉണ്ടോ ചോദിക്കില്ലേ? അപ്പോൾ അവന് അല്ല അല്ലെങ്കിൽ അതെ എന്ന് ഉത്തരം പറയും. ഇല്ല അല്ലെങ്കിൽ അതെ. അപ്പോൾ ഇല്ല, അതെ അല്ലെങ്കിൽ അല്ല എന്നൊക്കെ ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ അതെ എന്നുള്ളതിന് യെസ് പറയുക, അല്ല എന്നുള്ളതിന് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിന് നോ എന്നാ പറയുക. അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ് അവ. മലയാളത്തിൽ വേണമെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയാം. അത്തരം വാക്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുന്നത്. എന്താണ് അതിൻ്റെ ഘടന? അത് സാധാരണ നമ്മുടെ ഇതിൻ്റെ ഘടന തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച വാചകങ്ങളില്ല, അതിനെന്താണോ ഘടന, ആ ഘടനയാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആ സഹായിക്രിയ എടുത്ത് സബ്ജക്റ്റിൻ്റെ മുന്നിൽ വെക്കണം, അത്ര മാത്രം. വെരി സിമ്പിൾ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ എന്ത് എളുപ്പവഴി? ഇതാണ് എളുപ്പവഴി. സഹായിക്രിയ എടുത്ത് സബ്ജക്റ്റിൻ്റെ മുന്നിൽ വെക്കുക, എന്നിട്ട് ചോദ്യ ചിഹ്നത്തോടു കൂടി ചോദിച്ചാൽ മതി. അപ്പോൾ സിമ്പിളാണ്. മലയാളത്തിൽ എങ്ങനെയാണ് ചോദിക്കുക? ഇപ്പം ഞാനൊരു വാചകം ബോർഡിൽ എഴുതാം, ഒന്നോ രണ്ടോ വാക്യങ്ങൾ എഴുതാം. അപ്പോൾ അതെങ്ങനെയാണ് അത് മലയാളത്തിൽ ചോദ്യമാക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിലാക്കുന്നത് താരതമ്യം എളുപ്പം അതിൻ്റെ ടെക്നിക്ക് പിടികിട്ടും. വെരി സിമ്പിൾ. ആദ്യം പഠിക്കാനൊന്നുമില്ല. നമ്മൾ 4 ബേസ് സെൻറ്റൻസ് അടിപൊളിയായി പഠിച്ചില്ലേ? അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നൊരു വാചകം നോക്കുക. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ചോദ്യമൊക്കെ എന്താ ചെയ്യുക? ശബ്ദം ചേർക്കുക. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന ശബ്ദത്തിലേക്ക് മാറ്റുമ്പോൾ ചോദ്യമായി, അല്ലേ? അപ്പോൾ ഉവ്വാന്ന് ഇല്ല എന്ന ഉത്തരം കിട്ടും നമുക്ക്. അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് ഇംഗ്ലീഷ് എന്താ? ഹി ഹാഡ് നോട്ട് സ്ലെപ്റ്റ് ആണ് ഇതിൻ്റെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ ഈ ഹാഡ് പ്രത്യേകം വെച്ചാൽ മതി. ഹാഡ് ഹി നോട്ട് സ്ലെപ്റ്റ്. ഇനി ഈ ഹാഡ് ഹി നോട്ടിൻ്റെ ചുരുക്ക രൂപമാണ് ഹാഡിൻറ്റ് എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമുക്കറിയാം അല്ലേ? സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. തന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക. ഹാഡ് നോട്ടിൻ്റെ ചുരുക്ക രൂപം ഹാഡിൻറ്റ്. അപ്പോൾ അങ്ങനെ ഇതും വെച്ച് പറയാം. അപ്പോൾ അവിടെ നോട്ട് വേണ്ട, ഹാഡിൻറ്റ് ഹി സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് ലീല ജയിക്കുകയില്ല. ആ ചോദ്യമാക്കാനായിട്ട് ജയിക്കുകയില്ലേ, അപ്പോൾ ശബ്ദത്തിലേക്ക് മാറ്റുക, ഒരു ശബ്ദം കൂട്ടിയാൽ മതി.
അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയാൻ ലീല വിൽ നോട്ട് പാസ്. അപ്പോൾ അങ്ങനെ ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ ഈ വില്ല് മുമ്പിലിരിക്കുക. വിൽ ലീല നോട്ട് പാസ്, ലീല പാസ്സാകുകയില്ലേ, അതാണ് അതിൻ്റെ. അല്ലെങ്കിൽ ഇതിൻ്റെ വിൽ നോട്ടിൻ്റെ ചുരുക്കാണെങ്കിൽ വോണ്ട് വെച്ച് പറയാം. ഇതുപോലെ വോണ്ട് ലീല പാസ്. അത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കുക. സിമ്പിളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ജസ്റ്റ് സഹായിക്കെടുത്ത് മുമ്പിൽ വയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് ചിഹ്നിട്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. പിന്നെ സംശയം വരാവുന്നത് സഹായിക്കർ ഇല്ല എന്ന് തോന്നിക്കുന്ന ഉണ്ട്, ഇല്ലെങ്കിൽ പ്രത്യക്ഷ കാണാത്ത ഇതിന് 3 കാലത്തിനായിരിക്കും സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും. അപ്പൊ അതില് സിമ്പിൾ പാസ്റ്റ് ടെൻസില് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യം ആദ്യം പറയാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്റ്റ് ഏകവചനമാണെന്ന് വിചാരിക്കുക, ഒരാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതില് ഡസ് വെച്ച് ചോദിക്കുക. ഡസ് ആയിരിക്കും സഹായിക്കുക. അത് വെച്ച് ചോദ്യം ആരംഭിക്കുക. അവൻ സ്കൂളിലേക്ക് പോകുന്നപ്പോൾ പോകുന്നോ? ഹി ഗോസ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോകുന്നു. അതിന് ചോദ്യമൊക്കെ എന്താ വരിക? അതില് സബ്ജക്റ്റ് ഹീ ആണ്, ഏകവചനാണ്. അപ്പൊ ഗോസ് വന്നിട്ടുണ്ടെങ്കിൽ ഡസ് ഹി ഗോ ടു സ്കൂൾ. ലീല ഗോ ടു സ്കൂൾ. ലീല സ്കൂളിലേക്ക് പോകുന്നു. ലീലയാണെങ്കിൽ അത് അപ്പോഴും ലീല ഗോസ് ടു സ്കൂൾ വരിക. അപ്പോൾ ഡസ് ലീല ഗോസ് ടു സ്കൂൾ എന്നായിരിക്കും. ബഹുവചനം വിചാരിക്കുക, പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. ഗേൾസ് ഗോ ടു സ്കൂൾ വരിക. അപ്പൊ എങ്ങനെയാ ചോദ്യം വരിക? ഡു ഗേൾസ് ഗോ ടു സ്കൂൾ, ഡു വരും. പിന്നെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോയി, എങ്ങനെ വരിക? ഗേൾസ് വെന്റ് ടു സ്കൂൾ. അപ്പൊ അവിടെ വെന്റ് ആണ്, സഹായകർ കാണാല്ലേ, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് ഗേൾസ് ഗോ ടു സ്കൂൾ എന്ന് വരും. അതെ, അപ്പോ പാസ്റ്റ് ടെൻസിൽ ഏകവചനം ബഹുവചനം ഒക്കെ ഡിഡ് വെച്ച് ചോദിച്ചാൽ മതി, സഹായകറി കാണാത്ത സാഹചര്യം. ബാക്കി എല്ലാവരും സഹായകറിൻ്റെയും അത് വെച്ച് ചോദ്യം ചോദിക്കാം. ഇത്രയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. നമുക്ക് മറ്റൊരു ഇത് കൂടാതെ തന്നെ ചില ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ. കുട്ടികൾ കളിക്കുകയായിരുന്നു എന്നാണ് ആദ്യം എഴുതിയിട്ടുള്ള വാചകം. 2, നിങ്ങൾ സ്കൂളിലേക്ക് പോകുകയാണ്. അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകും. ഇങ്ങനെ 3 വാചകമാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ സാധാരണ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, പ്രസ്താവന വാക്യങ്ങൾ എന്ന് പറയും. സാധാരണ വാക്യങ്ങൾ അതിന് സ്റ്റേറ്റ്മെന്റ്സ് അതോ പ്രസ്താവന വാക്യങ്ങൾ എന്നാണ് പറയുക. കുട്ടികൾ കളിക്കുകയായിരുന്നു, അത് സംശയമാണ്. ആയിരുന്നു. അപ്പൊ നമുക്ക് അത് സംശയം തീർക്കണ്ടേ? കുട്ടികൾ കളിക്കുകയായിരുന്നു. നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കണ്ടിട്ട് അങ്ങനെ തോന്നി നിങ്ങളെ. അപ്പൊ ഞാനൊന്ന് ചോദിക്കണം, എന്താ ചോദിക്കാൻ സംശയം തീർക്കാം. നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണോ? അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പൊ ഒന്ന് ഉറപ്പാക്കാൻ അമ്മോട് ചോദിച്ചു, അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകുമോ? എന്താണ് നമ്മൾ അത് ആക്കാൻ ചെയ്തത്? കുട്ടികൾ കളിക്കുകയായിരുന്നു എന്ന് ചോദ്യമാക്കാൻ കുട്ടികൾ കളിക്കുകയായിരുന്നോ ഇതിന്റെ കൂടെ ഒരു ഓ ശബ്ദം ചേർത്തു. അല്ലെ, നിങ്ങൾ സ്കൂളിലേക്ക് പോകുകയാണ്. അങ്ങനെയാണെങ്കിലോ പോകുകയാണോ? ആണ് പ്ലസ് ഓ ചേർത്താൽ മതി. ഒരു ഓ ശബ്ദം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾ അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകും, ഒരു ഓ ശബ്ദം ചേർത്ത് പോകുമോ എന്നായി അല്ലേ? അപ്പോ നമ്മൾ ചോദിക്കുന്നത് ഒരു സിമ്പിളാണ്. ഈ അവസാനത്തെ ശബ്ദം ഓ ശബ്ദം ചേർത്തിലേക്ക് മാറ്റിയാൽ മതി. കുട്ടികൾ കളിക്കുകയായിരുന്നു, കുട്ടികൾ കളിക്കുകയായിരുന്നു. നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്, നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണോ? ആണ് ഓ എന്നാക്കി മാറ്റുക. അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകും.
അപ്പൊ ഇതിലെങ്ങനെയാണെങ്കിൽ ഇതില് കുട്ടികൾ കളിക്കുകയായിരുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ചിൽഡ്രൻ ആർ പ്ലേയിങ്. ആ ആരെടുത്ത് മുന്നിൽ വയ്ക്കുക, ആർ ചിൽഡ്രൻ പ്ലേയിങ്. സിമ്പിൾ. നിങ്ങൾ സ്കൂളിലേക്ക് പോകുകയാണ്, ആറല്ല കേട്ടാ, കുട്ടികൾ കളിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ വാസ വരിക, വാസല്ല വേറ്. ചിൽഡ്രൻ വേർ പ്ലേയിങ് എന്നായിരുന്നു. അപ്പോൾ വേർ ചിൽഡ്രൻ പ്ലേയിങ് അങ്ങനെ ആക്കിയാൽ മതി. നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്, അത് നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണെന്നുള്ള വാചകത്തിന് ഇംഗ്ലീഷ് ആലോചിക്കുക. എന്താണത്? യു ആർ ഗോയിങ് ടു സ്കൂൾ. അതിലെ ആരെടുത്ത് മുന്നിൽ വയ്ക്കുക, ആർ യു ഗോയിങ് ടു സ്കൂൾ. അപ്പൊ നമ്മുടെ ഇതിനുത്തരം. അച്ഛൻ നാളെ മദ്രാസിലേക്ക് പോകും. ഫാദർ വിൽ ഗോ ടു മദ്രാസ് ടുമോറോ. അപ്പൊ എന്താ വരിക? അതില് വില്ലാണ് സഹായിക്കറിയ, അത് മുമ്പിൽ വയ്ക്കുക. അപ്പൊ ഇങ്ങനെ പറയാ, വിൽ ഫാദർ ഗോ ടു മദ്രാസ് ടുമോറോ. അത് ജസ്റ്റ് സിമ്പിൾ, എത്രയേ ഉള്ളൂ. അത് ഈ പോസിറ്റീവ് ആണെങ്കിൽ, ചിലപ്പം നെഗറ്റീവ് ആയിട്ടുള്ള വാചകമാണെങ്കിൽ എ ശബ്ദം ചേർക്കുക. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക. ബോർഡിലേക്ക് ആദ്യത്തെ സെന്റൻസ് വായിച്ചു നോക്കിയാൽ എന്താ കാണുന്നത്? നിങ്ങൾ പഠിക്കുന്നില്ല എന്നൊരു വാചകം കണ്ട നിങ്ങൾ പോവുക. അത് നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. നെഗറ്റീവ് സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ ചോദ്യമാക്കുക? നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് ചോദ്യമൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ പഠിക്കുന്നില്ലേ. എങ്ങനെയത്? ഒരു ഏ ശബ്ദം ചേർക്കുന്നു അല്ലെ? ഈ അവസാനത്തിൽ ഒരു ഏ ശബ്ദം ചേർക്കുന്നു. ആ പഠിക്കുന്നില്ല എന്നുള്ള കൂടെ ഏ ശബ്ദം ചേർത്ത പഠിക്കുന്നില്ലേ എന്ന ചോദ്യവും. ഇതാണ് മലയാളത്തില് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള സൂത്രവിദ്യ. സിമ്പിൾ. ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഒരു ഏ ശബ്ദം അങ്ങോട്ട് ചേർത്താൽ മതി. അപ്പൊ ഇംഗ്ലീഷിൽ എന്താണ് അതിന്റെ അപ്പൊ നിങ്ങൾ പഠിക്കുന്നില്ല എന്ന വാചകം തന്നെ എടുക്കുക. യു ഡു നോട്ട് സ്റ്റഡി. നിങ്ങൾ പഠിക്കുന്നില്ല. എന്താണ് നമ്മുടെ ഇത്? സഹായിക്കറിയെടുത്ത് മുന്നിൽ വെക്കുക. അപ്പൊ എന്ത് വരും? ഡു യു നോട്ട് സ്റ്റഡി. ഡു യു നോട്ട് സ്റ്റഡി. ഡു യു നോട്ട് സ്റ്റഡി. അപ്പോ ഇത് കഴിഞ്ഞു. അങ്ങനെ ആവാം. ഇനി നോക്കുക, നമുക്ക് ഈ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് നോട്ടിന്റെ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള രൂപമാണ് എന്ത്? ഈ ഡോണ്ട്, നോട്ട്, ഇൻറ്റ്. അപ്പൊ ഡൂവിന്റെ കൂടെ എനിക്ക് ഡോണ്ട് എന്നാവും. അപ്പൊ ഡു നോട്ട് എന്നുള്ളതിന്റെ കോൺട്രാക്ട് ചെയ്തിട്ടുള്ള രൂപമാണ് എന്ത്? അഥവാ കോൺട്രാക്ഷൻ ആണ് എന്ത്? ഡോണ്ട്. ആ കോൺട്രാക്ഷനെ കുറിച്ച് നമുക്ക് വേറെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നോട്ട് എന്നുള്ളത് കോൺട്രാക്ട് ചെയ്ത ഇൻറ്റാവും. എന്നിട്ട് അത് അട്ട പോലെ ഈ ഡൂവിന്റെ കൂടെ ഒട്ടിയിരിക്കുമ്പോൾ ഡോണ്ട് എന്ന് വരും. അപ്പൊ ഡോണ്ട് എന്നുള്ളത് എന്താണ്? ഡു നോട്ട്. ആ നോട്ടിന്റെ ഇൻറ്റ് കോൺട്രാക്ട് ആയിട്ട് ഇൻറ്റ് ആയിട്ടുള്ളതാണ്. അതിപ്പോ എന്നിട്ട് അത് ഒട്ടിയിരിക്കുമ്പോൾ ഡോണ്ട് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾ പഠിക്കുന്നില്ല എന്ന വാചകം നമുക്ക് എങ്ങനെ എഴുതാം? യു ഡോണ്ട് സ്റ്റഡി എന്ന് എഴുതാം. അത് സംഭാഷണത്തിലൊക്കെ അതാണ് കൂടുതൽ ഉപയോഗിക്കുക. അങ്ങനെയുള്ള വാചകത്തിൽ സംഭാഷണ ചോദ്യം പഠിക്കുന്നില്ല എന്നാക്കാൻ ഈ ഡോണ്ടിനോട് ഇതെങ്ങനെ ഒട്ടിയിരിക്കല്ലേ. അപ്പൊ ഡു തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വെക്കുക? ഇത് അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെക്കുക, ഡോണ്ട് യു സ്റ്റഡി. അപ്പൊ ഒന്നും കൂടി ഒരു ചോദ്യത്തിന് ഒരു ഇഫക്റ്റ് ഉണ്ടാവും. ചോദ്യത്തിന്റെ ഡു യു നോട്ട് സ്റ്റഡി എന്നുള്ളതിൻ്റെ കൂടെ ഡോണ്ട് സ്റ്റഡി. ആ ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ ഒരു ഇഫക്റ്റ് കിട്ടും ഇല്ലേ? അപ്പൊ അതിന് അപ്പൊ സംഭാഷണത്തില് എന്താ വരിക? ആ ഇതാണ് ഈ കോൺട്രാക്ഷൻ ആയിട്ടുള്ള സഹായിക്രിയ. അതായത് നോട്ടും സഹായിക്രിയയും ചേർന്നിട്ടുള്ള ആ കോൺട്രാക്റ്റ് ആയിട്ടുള്ള രൂപം ആണ് വെക്കുക. അതായത് ഡു നോട്ടിന്റെ കോൺട്രാക്ഷൻ എന്താണ്? ഡോണ്ട്. അപ്പോൾ ഡോണ്ട് യു ഇതെങ്ങനെ എടുത്ത് മുമ്പിൽ വയ്ക്കുക. അപ്പൊ എന്താണ് പഠിച്ചത്? നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന് സഹായിക്കരെ എടുത്താൽ മതി. അത് കോൺട്രാക്ഷൻ ആയിട്ടുള്ള രൂപമാണെങ്കിൽ നമ്മൾ അത് മുഴുവൻ നോട്ടടക്കമുള്ള രൂപം കംപ്ലീറ്റ് മുന്നിൽ വെക്കണം. കണ്ടോ? ഡോണ്ട് യു സ്റ്റഡി. ലത പരീക്ഷ പാസ്സായില്ല.
മലയാള വാചകത്തിന്റെ ഇംഗ്ലീഷിലെ വാചകം ലത ഡിഡ് നോട്ട് പാസ് ദ ടെസ്റ്റ് ആണ്. അതില് മലയാളത്തില് ചേർത്താൽ മതി, പാസ്സായില്ലേ. അപ്പൊ ചോദ്യമായി. ഇംഗ്ലീഷിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിഡ് മുന്നിൽ വെക്കാം അല്ലെങ്കിൽ ഡിഡിൻറ്റ് മുന്നിൽ വെക്കാം. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഈ സഹായക്രിയൻ എടുത്ത് മുന്നിൽ വെക്കുക, അല്ലെങ്കിൽ സഹായക്രിയയും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നതാണെങ്കിൽ ഈ കോൺട്രാക്ട് ഡിഡ് നോട്ടിന്റെ ചുരുക്കരൂപം ഡിഡിൻറ്റ് ആണ്. അപ്പൊ കോൺട്രാക്ട് ആയിട്ടുള്ള രൂപം എടുത്ത് മുന്നിൽ വെക്കുക. അപ്പോൾ ഇങ്ങനെ പറയാം, നമുക്ക് ഒന്നുകിൽ ഡിഡ് ലത നോട്ട് പാസ് ദ ടെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഡിൻറ്റ് ലത പാസ് ടെസ്റ്റ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ ഒരു ഇഫക്റ്റ് തോന്നൂല്ലോ. അപ്പൊ അതാണ് നല്ലത്. രമേശന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ചോദ്യം കേൾക്കുമ്പോൾ എന്താ വരിക, ചേർത്ത് കഴിഞ്ഞാൽ രമേശന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ. ഈ കഴിയില്ല എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ, രമേശ് കാനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം, അല്ലെങ്കിൽ രമേശ് കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. ആദ്യത്തെ വാചകമാണ് ചോദ്യം ആക്കണമെങ്കിൽ എങ്ങനെ പറയും, ഈ ക്യാൻ മുമ്പിൽ വെച്ച് പറയാം, ക്യാൻ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, രമേശ് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ. അല്ലെങ്കിൽ ക്യാൻ രമേശ് സ്പീക്ക് ഇംഗ്ലീഷ്, രമേശിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലേ. ഈ സംഭാഷണത്തിൽ നല്ലത് രണ്ടാമത്തെയാണ്. സിമ്പിൾ, ഇത്രയുള്ളൂ. എന്ത് നെഗറ്റീവ് സെന്റൻസുകളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്, സഹായിക്കരെടുത്ത് ചോദ്യവാക്കിന്റെ ഈ സബ്ജക്റ്റിന്റെ മുന്നിൽ വയ്ക്കുക. അതിൽ കോൺട്രാക്ഷൻ ആണ് എങ്കിൽ, സഹായിക്രിയയുടെ നോട്ടിന്റെയും കോൺട്രാക്ഷൻ ആണെങ്കിൽ ആ കോൺട്രാക്ട് ആയിട്ടുള്ള രൂപം എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ച പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇതുപോലെ കുറെ ഉദാഹരണം നിങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഞാനൊരു വാചകം കിട്ടി അതുപോലത്തെ കുറെ വാചകങ്ങൾ സ്വയം എഴുതിയും അത് ഇംഗ്ലീഷിലാക്കി ട്രാൻസ്ലേറ്റ് പഠിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റാത്തവരുണ്ട്, ചിലവർക്ക് അങ്ങനെ പറ്റാറില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കുട്ടികൾക്ക് തന്നെ മനസ്സിലേക്ക് വാചകങ്ങൾ വരാറില്ല. അങ്ങനെയുള്ളവര് മറ്റു പുസ്തകങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നെറ്റിലൊക്കെ സൗകര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു പുസ്തകം ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ സ്വന്തമായിട്ട് വാചകങ്ങൾ മനസ്സിലാത്ത കുട്ടികളെ സഹായിക്കാനായിട്ട്, പഠനത്തെ സഹായിക്കാനായിട്ട് ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അത് അടുത്ത് തന്നെ അത് പുറത്തിറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിച്ചും വായിക്കാം, നിർബന്ധമൊന്നുമല്ല. അപ്പൊ അതിന്റെ നമ്പർ ഞാനിപ്പോൾ വീഡിയോയുടെ അവസാനം കൊടുക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്ക് വിടാം. നന്ദി, നമസ്കാരം, ബൈ.